നമസ്കാരം, ഞാൻ ആൻ്റണി സെബാസ്റ്റ്യൻ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഡേ ഞാനൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ബേസിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ലൊരു അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. ഈ കൂടുതൽ വീഡിയോസ് വേണം എന്ന ആവശ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡ്, ഇത് ഇൻട്രാഡേക്കും അതേസമയം സ്വിംഗ് ട്രേഡിങ്ങിനും ഈവൻ ലോങ് ടേമിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ആണ് ശരിക്കും ഏതൊരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏരിയാസ്. സോ അതിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നേക്കഡ് ചാർട്ടാണ് ആക്ച്വലി. ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് MACD കീപ്പ് ചെയ്യാം എന്നുള്ളതല്ലാതെ തൽക്കാലം നമുക്ക് വേറെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു ട്രെൻഡ് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ 200 SMA സിമ്പിൾ മൂവ് ആവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ 200 SMAയിൽ 10 മിനിറ്റ്സ് ആണ് നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ 200 SMA യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നാഷണൽ അലൂമിനിയത്തിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ അലൂമിനിയം 10 മിനിറ്റ്സ് ക്യാൻഡലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡാണ്, അതായത് 200 SMAക്ക് താഴെയാണ്. സോ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, 200 SMAക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബൈ കോളിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 200 SMAക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ബൈ കോളിന് പോകാൻ നിൽക്കരുത്. അതേസമയം 200 SMAക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സെൽ കോളിന് പോകാൻ നിൽക്കരുത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഡൗണായി ഇറങ്ങി വരുന്നത് നമ്മൾ എൻട്രി പോയിന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും നമ്മൾ മാർക്കറ്റിൻ്റെ അഗൻസ്റ്റായിട്ട് ട്രെൻഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റ് ആണ്. പിവറ്റ് പോയിന്റ് ബേസിക്കലി എല്ലാത്തിലും അവൈലബിൾ ആണ്. സോ ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും ആവശ്യം. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പാടുള്ളവർക്ക്, കൺഫ്യൂസ് ആവുന്നവർക്ക്, ഏതാണ് കറക്റ്റ് സപ്പോർട്ടെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിവറ്റ് പോയിന്റ് യൂസ് ചെയ്യാം. അപ്പോൾ പിവറ്റ് പോയിന്റ് ആണ് നമ്മൾ മെയിനായിട്ട് ഉള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മളൊരു ബൈയിങ് സെക്ഷനിലോട്ടാണ്, അല്ലെങ്കിൽ ബൈയിങ് പൊസിഷനിലാണ്. ഇപ്പോൾ മാർക്കറ്റ് അപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈയിങ് ട്രെൻഡ് അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈയിങ് പൊസിഷനാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങളുടെ എൻട്രി എപ്പോഴും പിവറ്റ് പോയിന്റിന് മുകളിലായിരിക്കണം. നമുക്ക് പിവറ്റ് പോയിന്റ് ഉണ്ട്, സപ്പോർട്ടുണ്ട്, റെസിസ്റ്റൻ്റ് ഉണ്ട്. സോ നമ്മുടെ എൻട്രി എപ്പോഴും പിവറ്റ് പോയിന്റിന് മുകളിലായിരിക്കണം. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റിന് മുകളിൽ ഇതാണ് പിവറ്റ് പോയിന്റ്. ഈ പിവറ്റ് പോയിന്റിന് മുകളിൽ 45ലാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് പിവറ്റ് പോയിന്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വളരെ ചെറിയ ഏരിയാസ് കാണിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഏരിയാസ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് എക്സിറ്റ് ചെയ്യാതെ ഒരു 4-5 ഡേയ്സ് ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ കൂടിയും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇങ്ങനെ ചെറിയ റെസിസ്റ്റൻസ് സപ്പോർട്ടും ഏറ്റവും ചെറിയ തോതിൽ കാണിക്കുന്ന സമയത്ത് പിവറ്റ് പോയിന്റിൽ മുകളിലാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് 5 വരെ തന്നെ ഹിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 4 വരെ തന്നെ ഹിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ശരിക്കും ഈ സ്മോൾ പോയിന്റ്സിൽ സ്മോൾ റെസിസ്റ്റൻസ് വാല്യൂ വേരിയേഷൻ വരുന്നത്. ഒരു വലിയ വേരിയേഷൻ വരുന്നതും മോശമാണെന്നല്ല, ബട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും എക്സിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് മെത്തേഡ് ഇതാണ്. പിവറ്റ് 10 മിനിറ്റ്സ് ക്യാൻഡിൽ 10 മിനിറ്റ്സ് ക്യാൻഡലിനകത്ത് പിവറ്റ് പോയിന്റിന് മുകളിൽ ബൈ ചെയ്യാൻ നിൽക്കുക. ഇതാണ് നമ്മുടെ പിവറ്റ് പോയിന്റ്. ഇപ്പോൾ പിവറ്റ് പോയിന്റിന് മുകളിൽ ബൈ ചെയ്യാൻ നിൽക്കുക. ഇതാണ് പിവറ്റ് പോയിന്റ്. പിവറ്റ് പോയിന്റിന് മുകളിൽ 45ന് ബൈ ചെയ്യുക. എക്സിറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റിന് താഴെ ജനറേറ്റ് ആവുന്ന ക്യാൻഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു റിവേഴ്സ് ഡോജി ക്യാൻഡിലാണ്. പക്ഷേ ഇത് ഫിനിഷ് ആയിട്ടില്ല. ഇത് ഫിനിഷ് ആയത് പിവറ്റ് പോയിന്റിന് മുകളിൽ തന്നെയാണ്. അത് താഴെ ഫിനിഷ് ആയതിനു ശേഷം പിന്നീട് വരുന്ന നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് അത് താഴോട്ടാണ്, അത് ഫിനിഷ് ആവുന്നതും താഴോട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് വാല്യൂ അവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിവറ്റ് പോയിന്റിൽ ബൈ ചെയ്യുക, റെസിസ്റ്റൻറ്റിൽ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ചെറിയ എക്സിറ്റ് ഏരിയയിലൊന്നും നിൽക്കാതെ R3, R4, R5 ഇങ്ങനെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അപ്പോൾ പിവറ്റ് പോയിന്റിന് മുകളിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് റെസിസ്റ്റൻറ്റ് 5ൽ തന്നെ നമുക്ക് വന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട്
അതിൻ്റെ നെക്സ്റ്റ് ഡേയുടെ പിവറ്റിനകത്തോട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ പിവറ്റിൻ്റെ മുകളിൽ തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. സോ അവിടുന്ന് ബൈ ചെയ്തിട്ട് വീണ്ടും റെസിസ്റ്റൻറ്റിൽ തന്നെയാണ്, R2 തന്നെയാണ് നിൽക്കുന്നത്. സോ അപ്പോൾ R2 ഒരു കൺസോൾട്ടേഷൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. നമുക്കിവിടെ ഒരു ഒരു റിവേഴ്സ് ഹാമർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക. പിന്നീട് പിവറ്റ് പോയിന്റിന് മുകളിലാണ് ഇവിടെ ബൈ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് മുകളിലേക്ക് വന്നു. ബട്ട് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നതുകൊണ്ട്, ഇവിടെ ഒരു ലോങ് കൺസോൾട്ടേഷൻ വന്നതുകൊണ്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഇവിടെ നിന്ന് ഒരു മാർക്കറ്റിൽ നല്ല സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഇവിടെ ഈ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിനൊക്കെ ഇതിന് മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയൊരു ഹാമറാണ്, നമുക്ക് റിവേഴ്സ് ഹാമറാണ് ഇവിടെ ജനറേറ്റ് ആയത്. സോ ഇവിടെ നിന്നും മാർക്കറ്റ് പിന്നീട് പിവറ്റ് പോയിന്റിന് താഴെയാണ്. സോ പിവറ്റ് പോയിന്റിന് താഴെ നിൽക്കുന്ന സമയത്ത് പിവറ്റ് പോയിന്റിന് താഴെ വെച്ച് ഒരിക്കലും ബൈ ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഇത് പിവറ്റ് പോയിന്റ് താഴെയാണ്. ഇവിടുന്ന് ബൈ ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ നോക്കൂ, നമുക്ക് അടുത്ത ദിവസത്തെ പിവറ്റ് പോയിന്റിലേക്ക് അത് എത്തിയിട്ടില്ല. സോ എപ്പോഴും പിവറ്റ് പോയിന്റ് നമ്മളൊരു ഷോർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പിവറ്റ് പോയിന്റിന് താഴെയാണ് ക്യാൻഡിൽ ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പിവറ്റ് പോയിന്റിന് താഴെയാണ് ഇവിടെ നമുക്കൊരു ഹാമർ ജനറേറ്റ് ആയത്. എങ്കിൽ കൂടിയും നമ്മൾ ഇവിടുന്ന് ബൈ എടുത്തില്ല. ഇവിടുന്ന് നമ്മൾ ബൈ എടുത്തിരുന്നത് നല്ലൊരു ലോങ് ബൈ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ പിവറ്റ് പോയിന്റിന് താഴെയാണ് ഇത് ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ട്രോങ് ഹാമർ ഉണ്ടായിട്ട് കൂടിയും മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തില്ല. പിവറ്റ് പോയിന്റിൽ വെച്ച് ഡോജി ക്രിയേറ്റ് ആയി വീണ്ടും ഡൗൺ ആവുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ബൈ എബോ പിവറ്റ് പോയിന്റ്, ഷോർട്ട് ബിലോ പിവറ്റ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിരിക്കും. സോ എഗെയിൻ പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം എന്താ പറയുക, ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ഷോർട്ട് എപ്പോഴും നമ്മുടെ 200 SMEക്ക് താഴെ വന്നതിന് ശേഷം മാത്രം. പിന്നെ 200 SMEക്ക് താഴെ വന്നാൽ ഉടനെ തന്നെ ഒരു മാർക്കറ്റിൽ നമ്മൾ ഷോർട്ടിന് വേണ്ടി നിൽക്കരുത്. മാർക്കറ്റ് ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇവിടെ നിന്ന് താണ്ടെ ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ട്രെൻഡ് ഡെവലപ്പ് ആയതിന് ശേഷം മാത്രമേ ഷോർട്ടിന് നിൽക്കാവുള്ളൂ. ഇപ്പോൾ ട്രെൻഡ് ഡെവലപ്പായ 200 SMEക്ക് താഴെ പോയിട്ടുണ്ട്. സോ ഇതിന് ശേഷം മാത്രമേ ഷോർട്ടിന് നിൽക്കാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഷോർട്ടാണ് നമുക്കുള്ളത്. സോ എൻട്രി പോയിന്റ് പിവറ്റ് പോയിന്റിന് താഴെ ഇവിടെ നിന്ന് നമുക്ക് ഡോജി ക്രിയേറ്റ് ആയെങ്കിലും നെക്സ്റ്റ് ക്യാൻഡിൽ ജനറേറ്റ് ആവാൻ വെയിറ്റ് ചെയ്തു. സോ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ അതിൻ്റെ അടുത്ത ദിവസത്തെ പിവറ്റ് പോയിന്റ് നോക്കിയാൽ അതിന് താഴെയാണ്. സോ അവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ലൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എപ്പോഴും റിവേഴ്സ് ക്രിയേറ്റ് ചെയ്താലും ശരിക്കും ഒരു റിവേഴ്സൽ എപ്പോഴും ഇവിടെ ഇപ്പം നമുക്കൊരു 3 ഹാമർ റിവേഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ റിവേഴ്സൽ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവിടെ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീണ്ടും എൻട്രി ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഫേക്ക് ക്യാൻഡിൽസ് ജനറേറ്റ് ആയിട്ടുണ്ട്. സോ അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഫേക്ക് ക്യാൻഡിൽസ് വരുന്നുള്ള ശ്രദ്ധിക്കുക. പിവറ്റ് പോയിന്റിന് മുകളിലാണ് മാർക്കറ്റ് ആക്ച്വലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയത്. പിവറ്റ് പോയിന്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിവറ്റ് പോയിന്റ് മുകളിൽ ക്രിയേറ്റ് ആവണം. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിവറ്റ് പോയിന്റിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ഒരിക്കലും പിവറ്റ് പോയിന്റിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, ക്യാൻഡിൽസ് ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബൈ എടുക്കാതിരിക്കുക. പിവറ്റ് പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ജനറേറ്റ് ആവുക, എന്നിട്ടൊരു വിക്ക് പോലും നമ്മുടെ പിവറ്റിൽ ടച്ച് ആവാൻ പാടില്ല. പിന്നീട് ഒരിക്കലും ഇവിടെ നിന്ന് ബൈ എടുക്കരുത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യുക. ട്രേഡിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റോക്കിലല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ട്രോങ് ട്രെൻഡിങ് സ്റ്റോക്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ന സ്റ്റോക്കിൽ തന്നെ ട്രേഡ് ചെയ്തേ പറ്റൂ, അതിൽ ബൈ ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കരുത്. 200 SMEക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ടിന് ബൈക്ക് നിൽക്കരുത്. 200 മുകളിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഷോർട്ടിന് നിൽക്കരുത്. സോ വളരെ സിമ്പിളാണ്. നേക്കഡ് ചാർട്ടാണ്. നമ്മളിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിവറ്റ് ചാർട്ട് യൂസ് ചെയ്താൽ മതി. പിന്നീട് പിവറ്റ് ചാർട്ട് യൂസ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പിവറ്റ് പോയിന്റ് ബിലോയിൽ ക്യാൻഡിൽ ജനറേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ എൻട്രി നമുക്ക് ഷോർട്ടിൻ്റെ എൻട്രി ഈ ക്യാൻഡിലാണ്, കാരണം അത് പിവറ്റിൽ ടച്ച് ചെയ്തിട്ടില്ല. സോ ഇവിടെ നമുക്ക് ബിലോയിൽ ക്യാൻഡിൽ ജനറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ബട്ട് ഇവിടുന്ന് നമുക്ക് ഡോജി ഈ ഒരു ബെയറിഷ് ക്യാൻഡലിന് ശേഷമുള്ളതായതുകൊണ്ട് ഒരിക്കലും ആരും എൻട്രി എടുക്കില്ല. ബട്ട് ഇവിടെയാണ് നമ്മുടെ എൻട്രി. ഈ ക്യാൻഡലിന് ശേഷമുള്ള ഈ ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി. ആ ക്യാൻഡിൽ എൻട്രി ചെയ്തതിന് ശേഷവും ഇവിടെ ഒരു ലോങ് വിക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പേടിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 SMEക്ക് താഴെയാണ്. എത്ര വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായാലും ശരി, അത് റിവേഴ്സ് ചെയ്ത് താഴേക്ക് തന്നെ വരും. മാർക്കറ്റിന് ഒരിക്കലും 200 SME നിൽക്കുന്ന സമയത്ത് ഒരു ഹൈ ജമ്പ് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. 200 SMEയിൽ വന്ന് ടച്ച് ചെയ്തിട്ട് തന്നെ ഇത് ഷുവറായിട്ടും തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഇവിടെ വീണ്ടും എഗെയിൻ പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഷോർട്ട് ചെയ്തു, ഇവിടെ സപ്പോർട്ടിൽ വന്നു, നിങ്ങളുടെ ടാർഗറ്റായി. ഇല്ല, നിങ്ങൾ മറ്റൊരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊരിക്കലും സ്റ്റോപ്പ് ലോസ് അല്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ പിവറ്റിനെ ടച്ച് ചെയ്യാത്തൊരു ക്യാൻഡിൽ ജനറേറ്റ് ആയാൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ്.
അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളെടുത്ത ഷോട്ട് ഇവിടെ നമുക്ക് ടാർഗറ്റായി. എഗെയിൻ ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഒരിക്കലും ഇവിടെ ബൈക്ക് നിൽക്കരുത്, കാരണം എപ്പോഴും ഇത് ഇങ്ങനെ ഒരു ക്യാൻഡിൽസ് ജനറേറ്റ് ആവണമെന്നില്ല. എഗെയിൻ ഇവിടുന്ന് നമുക്ക് വീണ്ടും ഈ ക്യാൻഡിലാണ് നമ്മുടെ ഷോട്ട് വന്നിട്ടുണ്ട്. ആ ഷോട്ട് നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൽ വന്നു, എഗെയിൻ സെക്കൻഡ് ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തു, മൂവ് ചെയ്തു, എഗെയിൻ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു, ബട്ട് എഗെയിൻ അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേർഡ് ടാർഗറ്റ് S2 ആണ്. സോ അപ്പോൾ എപ്പോഴും വളരെ സിമ്പിളാണ്. ഈ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈസിയാണ്, ആർക്കും ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നീട് MACD നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്, മാർക്കറ്റ് റിവേഴ്സൽ സംഭവിക്കുന്നതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട്, അതായത് ടാർഗറ്റ് റിവേഴ്സൽ സപ്പോർട്ട് റിവേഴ്സൽ സംഭവിക്കുന്നതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.